നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. രാജ്യത്തെ ഓരോ പൗരനും ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിക്കുകയും ഓർമ്മിക്കേണ്ടതുമായ ദിവസമാണ് ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആഘോഷമാണ് റിപ്പബ്ലിക് ദിനം. ഇന്ത്യ അവിശ്വസനീയമായ വൈവിധ്യങ്ങളുള്ള വൈവിധ്യമാർന്ന ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയുള്ള ഒരു രാജ്യമാണ്. രാജ്യത്തിൻ്റെ വൈവിധ്യത്തിൽ ഏകത്വം ആഘോഷിക്കുന്നതിനുള്ള സമയമാണ് റിപ്പബ്ലിക് ദിനം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സൈനികർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയമാണ് റിപ്പബ്ലിക് ദിനം. അവർ പോരാടിയ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിൽ പതാക ഉയർത്തി. തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുഖ്യാതിഥി റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി. മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൗന്ദര്യമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയുടെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെന്നും മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഭിന്നിപ്പുകളെ മതനിരപേക്ഷ മനസ്സുകളുടെ ഒന്നിപ്പിന്റെ ശക്തി കൊണ്ട് ചെറുക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കേരളീയർ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒരു വർഗീയ ലഹള പോലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ നാം അനുവദിച്ചിട്ടില്ല. അതാണ് നമ്മുടെ മതനിരപേക്ഷ നിലപാടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ച രാവിലെ 9 ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി. സ്റ്റേഡിയത്തിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെ 25 പ്ലറ്റൂണുകളും 3 ബാൻഡ് പ്ലറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മെമന്റോ സമ്മാനിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് HS സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയ് കുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വൈസ് പ്രസിഡന്റ് TK സുധീഷ്, സിറ്റി ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ജനിച്ചു വളർന്ന നമ്മൾ ഇന്നും ഭാരത മക്കൾ. ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് വേണ്ടി സംവിധാനം ചെയ്ത് സമർപ്പിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യയുടെ ഭരണഘടന. അത് നമ്മുടെ ജീവശ്വാസമാണ്. ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഫെഡറൽ സംവിധാനം തകർന്നാൽ ഇന്ത്യ തകരും. അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനത്തെ ശാക്തീകരിക്കുകയല്ലാതെ തകർക്കുവാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇന്ത്യയുടെ ആത്മാവിനെ ഭരണഘടനയിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിലായി ഒന്നാമൻ മുതൽ അവസാനത്തെ ആൾ വരെ എല്ലാവരും ആരും ഭരണഘടനയ്ക്ക് അതീതരല്ല. ഈ കാലഘട്ടത്തിലേറെ പ്രസക്തമായ ഭരണഘടനയുടെ ആമുഖത്തിലെ 2 സവിശേഷ പദങ്ങളാണ് മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയാണ് ആ 2 സുപ്രധാനമായ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അവ ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രമല്ല ഭരണഘടനയുടെ സുപ്രധാനമായ പദങ്ങളുമാണത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ശിലയായ ഭരണഘടന എന്ന ആശയത്തെ അട്ടിമറിക്കുകയും
ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായി കാണണം. സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന ഫെഡറലിസം എന്ന മഹത്തായ ആശയം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലമാണിത്. ദുരന്തമുഖത്തു നിൽക്കുന്ന സമയത്തു പോലും സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളെ അംഗീകരിക്കുകയും അനുവദിച്ചു കൊടുക്കുകയും വേണം. സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന തത്വം പ്രയോഗത്തിൽ വരുത്താൻ കഴിയണം. ഫെഡറലിസം തകർന്നാൽ ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടന്നയാൾ കാറിടിച്ച് മരിച്ചു. പേരാമ്പ്ര സ്വദേശി കോമ്പാത്ത് ഭാസ്കരനാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഭാസ്കരൻ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഞായറാഴ്ച രാത്രി 9-നായിരുന്നു സംഭവം. മണ്ണുത്തി ഒല്ലുക്കരയിൽ KSRTC ബസും കാറും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. അപകടത്തിന്റെ ആഘാതത്തിൽ KSRTC ബസിന്റെ പിൻവശത്തെ ടയർ സെറ്റ് പൂർണ്ണമായും ഊരിത്തെറിച്ചു. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ പരസ്പരം ഇടിച്ചതിനെ തുടർന്ന് കാർ യാത്രക്കാരന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ തിരക്കേറിയ സമയത്തുണ്ടായ ഈ അപകടം ഗതാഗതക്കുരുക്കിന് കാരണമായി. ടയർ ഊരിപ്പോയ ബസ് റോഡിൽ തടസ്സമായി കിടന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,915 രൂപയും പവന് 1,19,320 രൂപയും രേഖപ്പെടുത്തി. നെന്മണിക്കര തൊട്ടിപ്പറമ്പിൽ പരേതനായ നാരായണൻ ഭാര്യ കാർത്യായിനി അന്തരിച്ചു. 102 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ. സുന്ദരൻ, കൃഷ്ണൻകുട്ടി, ചന്ദ്രൻ പരേതരായ അമ്മു, നളിനി എന്നിവർ മക്കളും വത്സല, സീമ, സുനിത എന്നിവർ മരുമക്കളുമാണ്. തൊട്ടിപ്പാൾ പുതുപ്പുള്ളി പരേതനായ പ്രഭാകരൻ ഭാര്യ ഇന്ദിര അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷിബു, ഷീബ, ഷിജി എന്നിവർ മക്കളും ഉഷസ്, ലെനിൻ, ജിനോജ് എന്നിവർ മരുമക്കളുമാണ്. തൊട്ടിപ്പാൾ മടത്തിപ്പറമ്പിൽ പരേതനായ കുമാരൻ ഭാര്യ ലീല അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ. മക്കൾ സതീശൻ, രേഖ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.